അനി, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. ഈ കല്ലറയ്ക്കകത്ത് വല്ലതും ആയിരിക്കുമോ അവൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കല്ലറ പൊളിച്ചു നോക്കിയാലോ? മന്ദ, സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് കല്ലറ പൊളിക്കുന്നത് കിഴങ്ങ് വലുതായെന്ന് അറിയാൻ വേണ്ടി ചെടി പിരിവ് നോക്കുന്ന പോലെ ഇരിക്കും. കല്ലറയിലിടുന്ന കിഴങ്ങ്. அப்புறம் வீட்டுல குழந்தை விட்டீங்க எல்லாம் சௌக்கியம் தானே? எனக்கு குழந்தை இல்ல, குட்டியில அப்புறம் ஏன் அவங்க சௌக்கியம்? யாரு அவன்? கடவுளே. പുതിയ സെക്യൂരിറ്റിയോ? വേലപ്പന്മാരെ വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ? ചെവിട്ടൂടെ എനിക്ക്? കണ്ണ് കണ്ടൂടെ എനിക്ക്? സർക്കിൾ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? സോറി സാർ, കാക്കി ഇട്ടോണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാറ് പറയുന്നത്. പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ തന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50, ആലമൻഡ് അലോയ്ഡ് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണം എടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. മതി മതി മതി, തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചോളൂ സ്നേഹിത. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ? തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സാർ, ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ? അല്ല, സാറിവിടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. SP അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? സോറി സർ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചക അടിച്ച് നിൽക്കാണ്ട് പാൻ അടിച്ചിട്ട് പോടോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. CI പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. ഐ എം മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50. സാറിന്റെ വയസ്സെന്താ? പരുക്കനാ. ഇന്ന് ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം. 3 മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ള. ശരി. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? ഒഴുങ്ങി തിന്നാൻ. ആളുകൾ എന്തിനാണോ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്? സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ തന്നെ അങ്ങനെ ചോദിച്ചൂടെ? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കുന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നോൺസെൻസ്. യെസ് സർ. എന്ന് റിലീസായി? ഇന്നലെ. എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. അതേ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? ഇല്ല സർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഏതാ ഈ കക്ഷി? പഴയ ശ്രീനിവാസ ജൂവലറി കേസിലെ പ്രതിയാ. ഉറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാ പൊക്കിയത്. 5 വർഷം കഠിനമായിരുന്നു. കഷ്ടം, നല്ലൊരു ചെറുപ്പക്കാരൻ. ആള് ഗ്രാജുവേറ്റാ. അയ്യോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരന്റെ കൊണ്ടുപോയായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏറ്റെടുത്തു. പിന്നെ ഫുൾ ടൈം കൊണ്ടുപോയി. പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താന്റെ കൈയാളായിരുന്നു. പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ഇവനയുടെ പേര് പറഞ്ഞില്ല. ഇവനെ രക്ഷിച്ചോളാമെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്ക് കൊടുത്തിരുന്ന. ഇടപെട്ടാൽ കുടുങ്ങുമെന്ന് വന്നപ്പോൾ അയാൾ കൈകഴുകി. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ എന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നു എന്താ പ്രയോജനം? അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട്. ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. മാനേജർ ഒന്ന് കണ്ടേക്കൂ. ഓക്കെ മാനേജർ സർ. എന്താ വിശാലാക്ഷി, സൗഖ്യം തന്നെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയർ ഫൈൻ. 5 ലക്ഷം. $10 ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മറന്നതെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യേ.
ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. ഒരു തിരുടയെ പണത്തെ തിരിട്ടിട്ട് പോയിട്ടാ പണത്തെ തിരിട്ടിട്ട് പോയിട്ടാ. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞീഷോ ഹിയർ. അടിച്ചോ? ഉറപ്പാണോ? 5 ലക്ഷോ? പുള്ളിക്കാരന് ലോട്ടറി അടിച്ചു എന്നാ തോന്നണേ. തട്ടിപ്പറിച്ചെന്ന് പറയുമ്പോ പ്രതി എവിടെയായിരുന്നോ? ശരി ശരി. എന്താ സാറേ? ധനശ്രീ ബാങ്കിൽ നിന്ന് ഒരുത്ത 5 ലക്ഷം തട്ടിപ്പറിച്ചോണ്ട് ഓടിയാണ്. ശരിയായ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് നിന്റെ വില വെച്ച് കിട്ടും. സ്റ്റേഷനിൽ CIയും SIയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് തട്ടിപ്പറിക്കണമെങ്കിൽ അവൻ എത്ര പഠിച്ച കള്ളനായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ സാറേ. അയ്യോ, തന്നോട് സംസാരിക്കാൻ എന്റെ തലയ്ക്ക് വട്ടുകൂടും. SP ഒന്ന് വിളിച്ചു നോക്ക് സാറേ. ആ കാട്ടുമാക്കാൻ ഇപ്പൊ കോട്ടേഴ്സിൽ കാണുമാവോ? ഹലോ, യെസ് SP ഹിയർ. ഞാൻ HC കുഞ്ഞീഷാണ് സാർ, ധനശ്രീ ബാങ്കിൽ നിന്ന്. എപ്പോ? ഓഹോ, ഐ സി. SI ഉമ്മർ എവിടെ? SI ESIക്ക് പോയിരിക്കുക സാർ. CI ബാലചന്ദ്രൻ നായരോ? അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് പോയിരിക്കുക. ഓ, SI കുഞ്ഞീഷയോ? പുള്ളി ഞാനാണ് സാർ കുഞ്ഞീഷോ. ഓ സോറി. താനേ ആ ജീപ്പ് എടുത്തുകൊണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, താനത് പുഴുങ്ങി തിന്നോ. ആ സാർ. ഇങ്ങോട്ട് വാറോ വരത്തലയാ. എന്താ എന്താ ഉണ്ടായത്? ധനശ്രീ ബാങ്കിൽ നിന്ന് 5 ലക്ഷവും തട്ടിക്കൊണ്ട് ആരോ ഓടിയെന്ന്. ഓടിയത് അവൻ തന്നെയായിരിക്കും. ആ ബെന്നി. അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുമായിരുന്നോ? സമ്മതിച്ചു.
നീ ആ പിണ്ണാക്ക് കേശവലയുടെ മകള് തന്നെ പുഴുകി തിന്നാൻ നീ പോയി എന്റെ സ്റ്റിക്കും ആ ചാപ്പ് കൊടുത്തടാ പോ